അനീഷിനെ വിട്ട് അനുമോളുടെ മെക്കെട്ട് എല്ലാവരും കയറാനുള്ള കാരണം ഇതാണ്. ഇങ്ങനെ പോയാൽ അനുമോൾ കപ്പടിക്കും. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പൊ 2 ദിവസങ്ങളായി കൂടാണെന്ന ആദിലെ നൂറേം വരെ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുക. ഇപ്പൊ അനുമോൾ സത്യം പറഞ്ഞാൽ അവിടെ ഒറ്റപ്പെട്ടിരിക്കുക. പിന്നെ അനുമോൾക്ക് ഇച്ചിരിയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഷാനവാസോ അല്ലെങ്കിൽ അനീഷോ. നമ്മുടെ അനീഷ് വന്ന സമയത്ത് അനീഷിനോട് എല്ലാവരും ഭയങ്കര അനീഷിനെതിരെയായിരുന്നു. അതിൽ അനുമോൾ മാത്രമേ ഉള്ളൂ അനീഷിനോട് കുറച്ചെങ്കിലും ഒരു ഇത് കാണിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അനീഷിനെതിരെ തിരിഞ്ഞ ആളുകളാണ്. ഇപ്പൊ അനീഷിനെതിരെ ആരും തിരിയുന്നില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട്. വൈൽഡ് കാർഡായി വന്നവരും പിന്നെ ഇവരുടെയൊക്കെ റിലേറ്റീവ്സ് ഒക്കെ വന്നല്ലോ വീട്ടിൽ നിന്നൊക്കെ, അവർ വന്നവരും അനീഷിനോട് കൂടുതൽ സ്നേഹം കാണിച്ചു. എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് ആളുകൾ വന്നവരും വൈൽഡ് കാർഡായവരും പറഞ്ഞു കൊടുത്ത് ഇവിടെയുള്ളവർക്ക് അനീഷിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ്. പിന്നെ ഈ ഇവിടുന്ന് വന്ന ഇവരുടെ റിലേറ്റീവ് ബന്ധുക്കളൊക്കെ വന്നല്ലോ വീട്ടിൽ നിന്നൊക്കെ, അവർ അനീഷിനോട് കൂടുതൽ സ്നേഹം കാണിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനി അനീഷിനെതിരെ തിരിഞ്ഞാൽ പണി കിട്ടുക എന്ന് വെച്ചാൽ ഓഡിയൻസ് സപ്പോർട്ടുണ്ട്, പണി കിട്ടുക ഞങ്ങൾക്ക് കളിക്കും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവർ അടുത്ത അനുമോളാകുമ്പോൾ ആർക്ക് വേണമെങ്കിലും കൊട്ടാമല്ലോ, ഒന്നും തിരിച്ചു പറയുന്നില്ല. രവിയും വരെ അനുമോൾക്കെതിരെയാണ്. എന്നിരുന്നാലും ഈ അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. നല്ല ഫാൻ സപ്പോർട്ട് അനുമോൾക്കുണ്ട്. ഈ മണ്ടികളും ഗെയിം ഇപ്പം നമ്മൾ ഗെയിം കളിക്കുമ്പോൾ എല്ലാവർക്കും എതിരെ ഗെയിം കളിക്കണം, അല്ല ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ കൊണ്ട ഗെയിം കളിക്കുക ചീപ്പ് ഗെയിമാണ്. അതോടൊപ്പം അനുമോളുടെ ഓരോ സാധനങ്ങൾ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുക. മൈക്ക് കൊണ്ട് കുളിക്കാൻ കയറിയ എവിടെയോ വെച്ചിട്ട് കുളിക്കാനോ എവിടെയെങ്കിലും ബാത്റൂമിൽ പോകാനോ വെച്ച സമയത്ത് ആ മൈക്ക് കൊണ്ട് സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കുക. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം. ഇപ്പം അനുമോൾക്ക് നേരെ തിരിച്ചും ചെയ്യാം. അനുമോൾ വല്ലതും ചെയ്ത ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എല്ലാവരും കൂടെ ഇത് ചെയ്യുക. അതേസമയം അനുമോളുടെ മൈക്ക് പോയി അനുമോൾ എൻ്റെ മൈക്ക് കാണാനില്ലെന്നൊക്കെ പറഞ്ഞു കിടന്ന ആരും ഒരു ഭാഗമൊക്കത്തില്ല. പ്രത്യേകിച്ച് ആദിലെ നൂറേം പോലും. അനുമോളുടെ എന്നാ സാധനങ്ങൾ കൊണ്ട് അവർക്ക് ഒളിപ്പിച്ച് വെക്കാം. പ്ലാച്ചി ആണെങ്കിലും മറ്റുള്ള സാധനങ്ങളാണെങ്കിലും ഇവർക്ക് കൊണ്ട് അടിച്ചു മാറ്റാൻ ഒളിപ്പിച്ച് വെക്കാം. പ്രത്യേകിച്ച് ആര്യനും ഈ അക്ബറും പിന്നെ നമ്മുടെ നെവിനും, ഈ 3 പേരാണ് കൂടുതലും അനുമോൾക്കെതിരെ. എന്തോ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന പോലെയാണ് ആര്യനും ഈ അക്ബറും നെവിനും കൂടെ അവരുടെ പെരുമാറ്റത്തിൽ. അനുമോളുടെ എല്ലാ മിക്ക സാധനങ്ങളും കൊണ്ട് ദൂരക്കളയുക അല്ലെങ്കിൽ അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുത്ത മൈക്ക് വരെ കൊണ്ട് സ്റ്റോർ റൂമിൽ വെക്കുക. ഇതിപ്പം ലാലേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ ലാലേട്ടൻ ഇതൊരു ഗെയിമാണ് എന്ന് പറയും. അതേസമയം അനുമോളാണ് വേറൊരാരുടെയെങ്കിലും ആര്യൻ്റെയോ അല്ല അക്ബറിൻ്റെയോ ഇതുകൊണ്ട് അടിച്ചു വെക്കണം, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നേ ലാലേട്ടൻ പറയുള്ളൂ. അത് നമുക്ക് ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു. ബൈ.